നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ ആ ക്ലാസ് മുറികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കൊളാഷ് നിർമ്മിക്കുക എന്നുള്ള പ്രവർത്തനം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? കൊളാഷ് നിർമ്മിക്കാനുള്ള പ്രവർത്തനമുണ്ട്. അതല്ലാതെ മത്സര പരീക്ഷകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൊളാഷ് നിർമ്മിക്കുന്ന പ്രവർത്തനം നമ്മൾ കാണാറുണ്ട്. മക്കളെ, എന്താണ് കൊളാഷ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെടണം. ആ ചോദ്യത്തിലൂടെ നമ്മൾ കൊളാഷ് എന്താണെന്ന് പഠിക്കുകയാണ്. ദുരന്തങ്ങളിലും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കുറിച്ച് പത്രങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം. അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിച്ച് കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് തയ്യാറാക്കുക നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ് കൊളാഷ്? മക്കളെ, കൊളാഷ് എന്ന് പറയുന്നത് ഒരാശയത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന രീതിയാണ്. ചിത്രത്തിൽ ഒരു കൊളാഷ് നമുക്ക് കാണാം അല്ലെ? ചിത്രത്തിൽ ഒരു കൊളാഷ് കാണുന്നുണ്ട്. ഒരു പ്രതലത്തിൽ, ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് എന്ത് ചെയ്യാം? നമുക്ക് വിവിധ സാധനങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കൊളാഷ് നിർമ്മിക്കാം. നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ചിത്രങ്ങൾ, പത്ര കട്ടിങ്സുകൾ, അതുപോലെ തന്നെ വർണ്ണക്കടലാസുകൾ, പിന്നെ തുണികൾ, പിന്നെ നമ്മുടെ ഇലയുടെ കഷ്ണങ്ങൾ, ഉണങ്ങിയ ഇലകൾ, ഇതൊക്കെ ചേർത്ത് എന്ത് ചെയ്യാറുണ്ട്? കൊളാഷുകൾ നിർമ്മിക്കാറുണ്ട്. പ്ലാസ്റ്റിക്, തെർമോക്കോൾ തുടങ്ങിയ സാധനങ്ങൾ കൊളാഷ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഉപയോഗിക്കുന്നതാണ് മാഷ് ഇത്രയും നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ചേർത്ത് എന്ത് ചെയ്യാണ്? ഒരു ആശയം നമുക്ക് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്? ഇവരൊക്കെ അടുക്കും ചിട്ടിയോടുകൂടി ക്രമീകരിക്കുകയാണ് കൊളാഷിലൂടെ നമ്മൾ ചെയ്യുന്ന. അത്തരത്തിൽ കേരളം എന്നുള്ള ഒരു ആശയത്തെ ഇപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അവതരിപ്പിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു കൊളാഷ് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിനെ നമ്മളൊരു കൊളാഷാക്കി അവതരിപ്പിക്കുക എന്നാണ് മാഷ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കേരളത്തിന്റെ രൂപത്തിൽ ഒരു ഔട്ട്ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാടാ? പ്രധാനപ്പെട്ട വാർത്തകൾ എന്ത് ചെയ്യുന്നു? അത് ശേഖരിച്ച് അതിങ്ങനെ ക്രമീകരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ രീതിയിൽ കൊളാഷ് നിർമ്മിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരത്തിൽ കൊളാഷുകൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊളാഷ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യമാണ് മാഷ് നൽകുന്നത്. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണക്കാഴ്ചകൾ ഉൾപ്പെടുത്തി ഒരു കൊളാഷ് നിർമ്മിക്കുക മക്കളെ. ഓണക്കാഴ്ച നിർമ്മിച്ച് ഒരു കൊളാഷ് നിർമ്മിക്കുക. തീർച്ചയായും പ്രവർത്തനം നിങ്ങളെ സഹായിക്കും.